എൻ്റെ പിന്നിലായി കാണുന്ന ഈ വീട്ടിലാണ് നമ്മളെ ഒന്നാകെ ഞെട്ടിച്ച ഒരു കൂട്ടക്കൊലപാതകത്തിൻ്റെ തുടക്കമുണ്ടായത്. അതായത് അഹാൻ എന്ന് പറയുന്ന 23 വയസ്സുകാരൻ്റെ വീടാണ്. ഈ വീട്ടിലാണ് അഹാൻ്റെ പെൺസുഹൃത്തായ ഫർസാനയും അതുപോലെ തന്നെ അഹാൻ്റെ 13 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞനുജനായ അഫ്സാനും മരണപ്പെടുന്നത് ഈ വീട്ടിൽ വെച്ചിട്ടാണ്. നമ്മളോടൊപ്പമുള്ളത് നസറുദ്ദീൻ എന്ന് പറയുന്ന ഒരു ചേട്ടനാണ്. റിട്ടയർഡ് എസ് ഐയും കൂടിയാണ് അദ്ദേഹം. അതായത് ഈ ഒരു വീടിനെ നേരെ ഓപ്പോസിറ്റായി എതിർഭാഗത്ത് കാണുന്ന വീട്ടിലാണ് അദ്ദേഹം താമസിക്കുന്നത്. ശരിക്കും എത്ര നാളായിട്ട് പരിസരവാസിയാണ്? ഇവിടെ 10 വർഷത്തോളമായി ഇവിടെ വസ്തു വാങ്ങിച്ച് വീട് വെച്ചതാണ്. ഇവിടെ അതിനുശേഷമാണ് നമുക്കറിയാവുന്നുള്ളൂ. ഈ കുടുംബമായിട്ടൊക്കെ നല്ല ബന്ധമുള്ള വ്യക്തിയാണോ ചേട്ടൻ? കുടുംബമായിട്ട് നല്ല ബന്ധമാണ്. ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ വീട്ടുകാരുമായിട്ടൊക്കെ സഹകരിക്കുന്നതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് കാര്യം ഉണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട്. ഏതെങ്കിലും രീതിയിൽ ഈ ഒരു സംഭവം അറിഞ്ഞതിന് മുൻപ് ഈ ഒരു വീട്ടിൽ നിന്ന് അത്തരത്തിലുള്ള സാധാരണ എല്ലാ വീട്ടിലും കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷെ അതിൽ കവിഞ്ഞുള്ള എന്തെങ്കിലും ഒരു പ്രശ്നമോ അല്ലെങ്കിൽ ഒരു ഒച്ചപ്പാടോ ബഹളമോ ഒക്കെ കേട്ടിട്ടുണ്ടോ? ഇല്ലില്ല, അങ്ങനെ ഒരു സംഭവങ്ങളില്ല. നല്ല അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു വീടാണ്. ഈ അനുജനെ നല്ല വാപ്പായെ പോലെയാണ് ഈ അനുജനെ നോക്കുന്നത്. 10 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് ഈ അനുജനും ജ്യേഷ്ഠനുമായിട്ട്. അത്രയും കെയർ ചെയ്താണ് ജ്യേഷ്ഠൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇന്നലെ ഞാൻ കാണുമ്പോഴും ഇത് നല്ല രീതിയിൽ നല്ല രീതിയിൽ നോക്കിക്കൊണ്ട് പോകുന്നതാണ്. അതുപോലെ സ്കൂളിൽ കൊണ്ടുപോകുന്നതും പള്ളിയിൽ കൊണ്ടുപോകുന്നതും ഈ ചേട്ടനാണ്. ചേട്ടൻ നല്ല രീതിയിൽ അവർ അടുപ്പത്തിലാണ്. നല്ല സുഹൃത്തുക്കളെ പോലെയാണ് അവർ. ഈ അഹാനൊക്കെ പൊതുവെ എങ്ങനെയാണ് ചേട്ടനോട് ഉൾപ്പെടെയുള്ള അയൽവാസികളിലൊക്കെയുള്ളൊരു പെരുമാറ്റ രീതി എങ്ങനെയാണ് അഹാൻ്റെ? അഹാന് വേറെ സ്വഭാവ ദൂഷ്യങ്ങളൊന്നും തന്നെ ഇല്ല. അവന് ഇതിനു മുമ്പ് അങ്ങനെ ഒരു സാഹചര്യം ഇല്ല. ഒരു രീതിയിലുള്ള അടിപിടി കേസിൽ പോലും പെട്ട ചരിത്രമില്ല. ഒരു രീതിയിലും അങ്ങനെയുള്ള കേസുകളിലോ പെട്ട ആളല്ല. ഒരു പെറ്റി കേസുകളോ ഇല്ല, അങ്ങനെ ഇല്ല. ഈ കുടുംബത്തിന് ഒരു സാമ്പത്തിക ബാധ്യതകളോ അല്ലെങ്കിൽ അങ്ങനത്തുള്ള കടബാധ്യതകളോ ഒക്കെ ഉണ്ടെന്ന് പറയുന്നത് വാസ്തവമാണോ ശരിക്കും? ഈ ഗൃഹനാഥന് ഗൾഫിലാണ് ജോലി. അദ്ദേഹം നല്ല ബിസിനസ്സായിരുന്നു. തുടക്കത്തിൽ ഇവിടെ വന്ന് വാങ്ങിക്കുമ്പോഴൊക്കെ നല്ല സാമ്പത്തികമായിരുന്നു. എന്നിട്ട് ഇപ്പോൾ ഈ കൊറോണയ്ക്ക് ശേഷം അവിടുത്തെ ബിസിനസ് നല്ല രീതിയിൽ പുള്ളിയെ ബാധിച്ചു. അതിനുശേഷം സാമ്പത്തികമായിട്ട് കുറഞ്ഞു വന്നു. ഇപ്പോൾ ആ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ ഈ പെൺകുട്ടിയെ ഇവിടെ കൊണ്ടുവന്ന് അതിനുള്ള സംസാരം ഉണ്ടായി. അതായിരിക്കാം ഈ കൊലപാതകത്തിൽ. അതായത് ഈ ഒരു ഫർസാനയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ മുകളിൽ ചെറിയ രീതിയിലുള്ള അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അത് ഇവിടെ ആർക്കും അറിയില്ല. ഇങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടെന്നും ആർക്കും അറിയില്ല. എന്നിട്ട് ഇന്നലെ ഈ സംഭവം 6:15 ആകുമ്പോഴാണ് ഞാൻ അവിടെ സിറ്റ് ഔട്ടിൽ ഇരിക്കുമ്പോൾ ഇവിടെ ഈ ഗേറ്റിൽ വന്ന് സൗണ്ട് ഉണ്ടാക്കി പോലീസുകാർ. അങ്ങനെയാണ് ഞാൻ കൂടെ വരുന്നത്. ഇവിടെ വന്ന് ഗേറ്റ് പൂട്ടിയിട്ടേക്കും. പോലീസുകാർ തന്നെയാണ് ഗേറ്റ് ബ്രേക്ക് ചെയ്ത് അകത്ത് കയറി ഫ്രണ്ട് ഡോറ് നോക്കുമ്പോൾ പൂട്ടിക്കിടക്കുകയാണ്. അങ്ങനെ നേരെ ബാക്കിൽ അടുക്കള ഭാഗത്തേക്ക് പോയി. അടുക്കള ഭാഗത്ത് ചെന്നപ്പോൾ ഗ്യാസിൻ്റെ തുറന്നു വിട്ട സ്മെല്ല് അടിക്കുന്നുണ്ട്. അങ്ങനെ പോലീസുകാരെല്ലാം ബാക്കിയുള്ളവരെ മാറ്റി നിർത്തിയിട്ട് ഈ ഗ്യാസ് ഓഫ് ചെയ്ത ശേഷമാണ് അകത്ത് കയറി ഹാളിലെത്തുമ്പോഴാണ് ഞാനും കൂടെ ഉണ്ടായിരുന്നു. ഹാളിലെത്തുമ്പോൾ ഈ ഇളയ കുട്ടി രക്തത്തിൽ കുളിച്ച് കമിഴ്ന്ന് കിടക്കുന്ന അഫ്സാൻ രക്തത്തിൽ കുളിച്ച് കമിഴ്ന്ന് കിടക്കുന്നതാണ് കാണുന്നത്. ശരിക്കും എനിക്ക് തോന്നി സംഭവം ഉണ്ടായിട്ട് ഈ ഒരു മൃതദേഹങ്ങൾ ആദ്യം കാണുകയും സംഭവം ആദ്യം അറിഞ്ഞ വ്യക്തികൾ ഒരാൾ കൂടിയാണ് ചേട്ടനല്ലേ? അതെ. ശരിക്കും വീട്ടിലെ മറ്റവസ്ഥ എന്തായിരുന്നു? ഈ ഒരു ഉമ്മ ഒക്കെ ആ സമയത്ത് എങ്ങനെയായിരുന്നു കിടന്നിരുന്നത്? ഉമ്മയുടെ ഒരു അവസ്ഥയൊക്കെ എന്തായിരുന്നു? ഈ ഹാളിൽ ഇളയ കുട്ടി കിടക്കുന്നത് കണ്ടിട്ട് അകത്ത് റൂം പൂട്ടിയേക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ആളുണ്ട് എന്ന് പോലീസുകാരാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ആളുണ്ട് എന്ന് പറഞ്ഞൊരു ഡോറ് പൊളിക്കാൻ തന്നെ നല്ല സമയമെടുത്തു. എന്നിട്ട് ഈ പൊളിക്കാൻ താമസിച്ചത് നേരെ മറ്റുള്ളവർ വെളിയിലിറങ്ങി ജനൽ ബ്രേക്ക് ചെയ്തിട്ടാണ്, ഗ്ലാസ് പൊട്ടിച്ചിട്ടാണ് അകത്ത് നോക്കുമ്പോൾ ഈ ഈ ഉമ്മ എന്ന് പറഞ്ഞ കക്ഷി കണ്ണ് ചിമ്മുന്ന അനക്കമുള്ളതായിട്ട് കാണുന്നത്. അങ്ങനെയാണ് എത്രയും പെട്ടെന്ന് ആംബുലൻസ് വരുത്തുകയും ഈ 2 മൃതദേഹങ്ങളും കൊണ്ടുപോയി. എന്നിട്ടാണ് പറയുന്നത് ഇനി ഒരാളുണ്ട് എന്ന് പറയും. അങ്ങനെ നമുക്ക് പ്രതി, അതായത് അഹാൻ കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് സംസാരിക്കുന്നത് അല്ലേ? അഹാൻ കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇവിടെ വരുന്നതും ബാക്കി കാര്യം. എന്നിട്ട് 3 പേരെ കൊന്നിട്ടാണ് വരുന്നതെന്ന് അഹാൻ അവിടെ മൊഴി നൽകിയിരുന്നു. അപ്പോൾ ഈ ഫർസാനയിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ഫർസാന അങ്ങനെ ഒരാളുണ്ട് എന്ന് ഇവിടെ നാട്ടുകാർക്ക് ആർക്കും അറിയില്ല. അതായത് ഈ വീട്ടിൽ ആ സമയത്ത് ഉണ്ട് എന്നുള്ളൊരു കാര്യവും ആർക്കും അറിയില്ല. ഇവിടെ ആർക്കും അറിയില്ല. ഈ 2 പേരെ ഇവിടെ ഇതിനകത്തുള്ളൂ എന്നാണ് നമ്മുടെയൊക്കെ വിശ്വാസമായിരുന്നു. 3ാമതൊരാളെന്ന് പോലീസ് പറയുമ്പോഴും നമുക്ക് വിശ്വാസമില്ല. എന്നിട്ടും പറഞ്ഞ് അവൻ മൊഴി തന്നിട്ടുണ്ട്, 3ാമതൊരാളുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പോലീസുകാർ വീണ്ടും മുകളിലേക്ക് പോയി നോക്കുന്നത്. അതിനകത്താണ് ഈ ഫർസാന എന്ന കുട്ടി അതിനകത്ത് മരിച്ചു കിടക്കുന്നുണ്ട്. എന്തായിരുന്നു ഫർസാന ആ സമയത്ത് ഒരു മൃതദേഹത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു? ആ മൃതദേഹം ഞാൻ കണ്ടില്ല. അപ്പോൾ മറ്റ് 2 മൃതദേഹം ആംബുലൻസ് കൊണ്ടുപോകാൻ വേണ്ടി ഞാനും കൂടെ ഇറങ്ങി. ആ സമയത്താണ് പോലീസുകാർ മുകളിൽ കയറുന്നതും ഈ ഫർസാനയെ കാണുന്നത്. ഫർസാനയെ ഞാൻ നേരിട്ട് കണ്ടില്ല, അതിനകത്ത് വെച്ച് കണ്ടില്ല. ആംബുലൻസ് കയറ്റുന്നതാണ് ഞാൻ കണ്ടത്.
ഇത് ഏതെങ്കിലും ഒരു രീതിയിൽ ഈ ഒരു എന്തായിരിക്കും കാരണമെന്ന് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റുന്നൊരു ഇത് നമുക്കൊരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലാണ്. കാര്യം ഈ പിന്നെ പയ്യൻ്റെ പ്രവർത്തനം അങ്ങനെ ഒന്നുമില്ല. ഒരു ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ ഒരു മോശമായ ബാക്ക്ഗ്രൗണ്ട് ഇല്ല. നമുക്ക് കുറച്ച് അന്തർമുഖനായിരുന്നു എന്ന് പറയുന്ന വാസ്തവമാണ്. അതായത് അധികം സംസാരിക്കാറില്ല എന്നുള്ളതൊഴിച്ചുള്ള മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല. അത് അങ്ങനെയും അല്ലേ? അധികം ആരുമായിട്ട് സംസാരിക്കാറില്ല. സുഹൃത്തുക്കളും വളരെ കുറവാണ് ഇവിടെ. അവൻ പിന്നെ കൂടുതലായിട്ട് നമ്മളോടാണെങ്കിലും സംസാരിക്കാറില്ല. എന്നാലും വിഷ് ചെയ്ത് പോവുകയുള്ളൂ. അത്രയാണ് നമ്മളോടുള്ളത്. അല്ലാതെ കൂടുതൽ നമ്മൾ സംസാരിച്ചിട്ടുമില്ല. ഈ ഇളയ കുഞ്ഞിൻ്റെ ഒരു പെരുമാറ്റ രീതിയൊക്കെ എങ്ങനെയായിരുന്നു? അടുപ്പമുണ്ടായിരുന്നു വളരെ? ഇളയ കുട്ടി 8ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അവൻ ഇവിടെ ട്യൂഷന് പോകുമ്പോഴെല്ലാം ഞാൻ കാണാറുണ്ട്. ട്യൂഷന് ഈ സ്റ്റേഷൻ തന്നെയാണ് ട്യൂഷന് കൊണ്ടുപോകുന്നതും പള്ളിയിൽ കൊണ്ടുപോകുന്നതും. അപ്പോൾ ഈ ഇളയ കുട്ടി വളരെ സൗമ്യനാണ് ആൾ. ആൾ വളരെ നിഷ്കളങ്കമായിട്ടുള്ള മുഖമാണ്. അയാൾ അങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ പിതാവുമായിട്ടൊക്കെ എങ്ങനെയാണ് അടുപ്പം? ഈ റഹീമായിട്ടൊക്കെ ഒരു അടുപ്പമുള്ള ഒരാളാണോ ചേട്ടൻ? റഹീം നമ്മളിവിടെ താമസമായതിനു ശേഷം 2 പ്രാവശ്യം വന്നിട്ടുള്ളൂ. ആ 2 പ്രാവശ്യം വന്നപ്പോഴുള്ള പരിചയങ്ങളേ ഉള്ളൂ. കൂടുതലായിട്ട് അറിയില്ല. അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് അറിയില്ല. അദ്ദേഹം പാങ്ങോടുകാരനാണെന്നറിയാം. ഒരു രീതിയിലും ഒരു ശബ്ദം പരിസരവാസികൾ ആരും കേട്ടില്ലെന്നുള്ളതാണ്. വല്ല ആസൂത്രിതമായിട്ട് ചെയ്തൊരു കൊലപാതകമായതുകൊണ്ട് തന്നെ ആയിരിക്കും അല്ലേ? ഇത് ആസൂത്രിതമായിട്ട് ചെയ്ത കൊലപാതകമാണ്. ഈ പരിസരവാസികൾ ആരും അറിഞ്ഞിട്ടില്ല. ഈ പോലീസ് വന്ന് ഇവിടെ വന്നതിന് ശേഷമാണ് ഈ പരിസരവാസികളെല്ലാം ഈ സംഭവം അറിയുന്നത് തന്നെ. തീർച്ചയായിട്ടും എന്തായാലും ആ ഒരു ഞെട്ടലിൽ തന്നെയാണ് പരിസരവാസികളും ഈ നാടൊന്നാകെ. കാരണം ഈ ഒരു വീടിൻ്റെ, അതായത് ഇതാണ് അഹാൻ താമസിച്ചിരുന്ന ഈ ഒരു കൃത്യം നടന്ന വീട്, അല്ലെങ്കിൽ കൃത്യങ്ങളുടെ തുടക്കമുണ്ടായ ഒരു വീട് ഇതാണ്. ഇവിടെയാണ് അഹാൻ്റെ സഹോദരനായിട്ടുള്ള കുഞ്ഞനുജനായിട്ടുള്ള അഫ്സാൻ എന്ന് പറയുന്ന 13 വയസ്സുകാരനും അതുപോലെ തന്നെ അഹാൻ്റെ പെൺസുഹൃത്തായിരുന്നിട്ടുള്ള ഫർസാനെയും മരണപ്പെട്ടത് ഈ വീട്ടിൽ വെച്ചിട്ടായിരുന്നു. ഉമ്മ ഷെമിയെ ഗുരുതരമായി പരിക്കേൽപ്പിച്ചതും ആക്രമിച്ചതും ഈ വീട്ടിൽ വെച്ചിട്ട് തന്നെയായിരുന്നു. ഇപ്പം ഉമ്മ ആശുപത്രിയിൽ ചികിത്സയിലാണ്. നമ്മളോട് സംസാരിച്ച അദ്ദേഹം ഈ ഒരു നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഈ ഒരു വീട്ടിലെ വ്യക്തിയാണ്. കാലങ്ങളായി തന്നെ ഇവരെ പരസ്പരം അറിയാവുന്ന, കുടുംബത്തിനെ അറിയാവുന്ന വ്യക്തിയാണ്. പക്ഷെ ഒരു രീതിയിലും എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത്, അല്ലെങ്കിൽ അഹാൻ അത്തരത്തിലുള്ള പശ്ചാത്തലങ്ങളുള്ള ഒരു കുട്ടിയല്ല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അഫ്സാനാകട്ടെ ഈ ഒരു കുടുംബത്തിലെ മറ്റ് ആൾക്കാരാകട്ടെ എല്ലാവരോടും നല്ല രീതിയിലുള്ള പെരുമാറുന്ന വ്യക്തികളാണ്. പക്ഷേ എന്താണ് ഈ ഒരു രീതിയിൽ അഹാൻ ഈ ഒരു ക്രൂരകൃത്യത്തിലേക്ക് നയിച്ച കാരണം എന്നുള്ളത് ഇതുവരെയും ചിന്തിച്ചെടുക്കാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയാണ്. അല്ലെങ്കിൽ അത്തരത്തിലൊരു ഉത്തരം കിട്ടാത്തൊരു ചോദ്യമായി തന്നെ അതിപ്പോഴും തുടരുകയാണ്. പോലീസുകാർ ഈ വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് അയൽവക്കത്തുള്ള പരിസരവാസികളടക്കം, ഈ നസറുദ്ദീൻ എന്ന് പറയുന്ന നമ്മളോട് ഇപ്പോൾ സംസാരിച്ച ഈ ഒരു ചേട്ടനടക്കം ഈ ഒരു കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ അറിയുന്നത്. എന്തായാലും ആ ഒരു ഞെട്ടലിൽ തന്നെയാണ് നിലവിൽ ഇപ്പോഴും ഈ ഒരു പരിസരവാസികൾ. സംഭവിച്ച കാര്യങ്ങൾ ഇപ്പോഴും ഉൾക്കൊള്ളാൻ സാധിക്കാതിരിക്കുകയാണ് ഈ നാട്ടുകാരൊന്നാകെ. തിരുവനന്തപുരത്ത് നിന്നും അഭിജിത്തിനൊപ്പം ജയശങ്കർ, ഫോക്കസ് ന്യൂസ് TV.